Hi friends, welcome to our classroom. I am your Srilekha teacher. Today's topic is must and its 4 rules. In last classes we completed 8 rules. Okay, 8 rules of model auxiliaries. Will, would, shall, should, can, could, may, might. Completed portions. 9th one is must. We have to complete 13 model auxiliaries. Completed 8 ones. And today discussing must. And its 4 rules. Very simple. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് മോഡൽ ഓക്സിലറീസ്. ഇത് എന്തിനാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ വളരെ സിമ്പിളാണെന്ന് ശ്രദ്ധിച്ചത് പഠിക്കണം. ഈ ലാസ്റ്റ് ക്ലാസ്സസ് കാണാത്തവർ അതിനുള്ള വീഡിയോസ് കംപ്ലീറ്റ് ചെയ്ത ആ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണേണ്ടതാണ്. അപ്പോൾ നമുക്കത് വേഗം മനസ്സിലാകുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ മസ്റ്റിൻ്റെ ഫസ്റ്റ് റൂളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് റൂൾ എക്സ്പ്രസിങ് സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി. ശക്തമായ തീരുമാനത്തെ, കടമകളെ കുറിച്ചിട്ടാണ് മസ്റ്റ് ആദ്യത്തെ റൂളിൽ പറയുന്നത്. മസ്റ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി. നിർബന്ധത്തെ, സ്ട്രോങ് ഒബ്ലിഗേഷൻ, ശക്തമായ നിർബന്ധത്തെ, ഓർ ഡ്യൂട്ടി, കടമയെ കുറിച്ചിട്ട് പറയും. ഓക്കെ, ഐ വിൽ ഗിവ് എക്സാമ്പിൾസ്. ഹി മസ്റ്റ് അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. അങ്ങനെ പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും ആ തെറ്റ് ഏറ്റു പറയുക തന്നെ വേണം. ഹി മസ്റ്റ് അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. ആ തെറ്റ് ഏറ്റു പറയട്ടെ. ഹി മസ്റ്റ് അപ്പോളജൈസ്. അവൻ തെറ്റാണ് ചെയ്തത് എന്ന് നിർബന്ധമായും സമ്മതിക്കണം. മസ്റ്റ് അപ്പോളജൈസ്. വി മസ്റ്റ് ബി ലോയൽ ടു അവർ കൺട്രി. നമ്മൾ നമ്മുടെ രാജ്യത്തോട് ലോയലാവണം, സത്യസന്ധരാവണം. വി മസ്റ്റ് ബി ലോയൽ ടു അവർ കൺട്രി. അതൊരു ഡ്യൂട്ടിയാണ് നമ്മുടെ. Showing duty. Okay. Second rule is must is expressing necessity. അത്യാവശ്യമായ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അത്യാവശ്യമാണെങ്കിൽ മസ്റ്റ് ഉപയോഗിച്ച് വേണം പറയാൻ. ഫോർ എക്സാമ്പിൾ, വി മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ടു ഗോ ഫോർ എ വോക്ക്. നേരം വെളുത്ത് തന്നെ ഉണരണം രാവിലെ വാക്കിങ്ങിന് പോകണമെങ്കിൽ. വി മസ്റ്റ് get up early in the morning. Get up early in the morning to go for a walk. Must get up. നിർബന്ധമായിട്ടും ആവശ്യമാണ് നേരത്തെ ഉണരുക എന്നുള്ളത്. ഓക്കെ, യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി ഫസ്റ്റ്. അടുത്ത എക്സാമ്പിൾ, ആദ്യം നീ നിന്റെ കടമ ചെയ്യേ. അത് അതാണ് ആവശ്യം. പിന്നീട് മറ്റുള്ളവരോട് പറയാം. യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി ഫസ്റ്റ്. നീ ആദ്യം നിന്റെ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ്. അതാണ് സെക്കൻഡ് റൂൾ. തേർഡ് റൂൾ ഈസ് ഷോയിങ് പ്രോബബിലിറ്റി ഓർ ലൈക്ലിഹുഡ്. ഒരു പക്ഷേ, നമുക്ക് എല്ലാ മോഡൽ ഓക്സിലറീസും ഈ പ്രോബിലിറ്റി വരാറുണ്ട്. ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾസ്. ഹി മസ്റ്റ് ഹാവ് ഗോൺ ഹോം. ഒരു പ്രോബിലിറ്റിയാണ്. ഒരു പക്ഷേ അവൾ വീട്ടിൽ പോയിട്ടുണ്ടാവാം. ഹി മസ്റ്റ് ഹാവ് ഗോൺ ഹോം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഹോം. അവൾ വീട്ടിൽ പോയിട്ടുണ്ടാവാം. ഷീ മസ്റ്റ് ബി എബൌട്ട് 40. അവളെ കണ്ട ഒരു 40 വയസ്സ് തോന്നും. അത് ലൈക്കാണ്, ലൈക്ലിഹുഡാണ്. ഷീ മസ്റ്റ് ബി എബൌട്ട് 40. ഇത് കണ്ടാൽ ഒരു 40 വയസ്സ് തോന്നിക്കും. അതാണ് ഷോയിങ് പ്രോബബിലിറ്റി ഓർ ലൈക്ലിഹുഡ്. Fourth rule is a strong determination. Expresses strong determination. ശക്തമായിട്ടുള്ള കടുത്ത തീരുമാനം എന്ന് പറയും. ആദ്യം നമ്മൾ പറഞ്ഞത് ശക്തമായ തീരുമാനം എന്നാണ്. ഇത് കടുത്ത തീരുമാനമാണ്. സ്ട്രോങ് ഡിറ്റർമിനേഷൻ, കടുത്ത തീരുമാനമാണ്. ഫോർ എക്സാമ്പിൾ, ഐ മസ്റ്റ് ഗോ ദർ വാട്ട് എവർ ഹാപ്പൻസ്. എന്തു തന്നെ വന്നാലും ഞാൻ അവിടെ പോയിരിക്കും. ഐ മസ്റ്റ് ഗോ ദർ വാട്ട് എവർ ഹാപ്പൻസ്. എന്തു തന്നെ വന്നോട്ടെ, ഞാൻ അവിടെ പോയിരിക്കും. ഷീ മസ്റ്റ് ഹാവ് ഹെർ ഓൺ വേ ഇൻ ദാറ്റ് മാറ്റർ. ഷീ മസ്റ്റ് ഹാവ് ഹെർ ഓൺ വേ. അവൾക്ക് അവളുടേതായ തീരുമാനമുണ്ട് ആ കാര്യത്തിൽ.
ഷീ മസ്റ്റ് ഹാവ് ഹെർ ഓൺ വേ ഇൻ ദാറ്റ് മാറ്റർ, ഷീ സേസ്. അവൾ പറയുന്നുണ്ട് അവൾക്ക് അവളുടേതായ തീരുമാനമുണ്ട് ആ കാര്യത്തിൽ എന്ന്. അപ്പം കടുത്ത തീരുമാനം, മസ്റ്റ് ഹാവ് എന്ന് പറയുമ്പോൾ കടുത്ത തീരുമാനമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടി ഞാൻ ഈ 4 റൂൾസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് റൂൾ ഷോയിങ് സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓഫ് ഡ്യൂട്ടി. Second rule showing necessity. Third rule showing probability or likelihood. And the fourth rule is showing strong determination. Okay. First rule strong, അതായത് ശക്തമായ നിർബന്ധത്തെയാണ് കാണിച്ചത്, അല്ലെങ്കിൽ കടമയാണ് കാണിച്ചത്. സെക്കൻഡ് റൂളിൽ അത്യാവശ്യത്തെയാണ് കാണിച്ചത്, നെസസിറ്റി. തേർഡ് റൂളിൽ പ്രോബബിലിറ്റി ഓർ ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞത്, അതായത് അങ്ങനെ ആയിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് സ്ട്രോങ് ഡിറ്റർമിനേഷനാണ്, കടുത്ത തീരുമാനമാണ്. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇത് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളത് പറയേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്കത് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. ഓക്കെ, താങ്ക് യു.